നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ ഭദ്ര മുതലാളി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ദയവേത് ഭദ്ര മുതലാളി ഇവിടെ നിന്ന് പോണം പ്ലീസ്. എനിക്കാകെ കൂടെ ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഞാൻ കുടുംബം നോക്കുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാ. അതൊക്കെ ഇനി പഴങ്കഥയല്ലേ? ഈ മേഘമലയിലെ ഏറ്റവും വലിയ സമ്പന്നനായ രാമഭദ്രന്റെ ഭാര്യയ്ക്ക് സ്വർണ്ണമ്മയുടെ മരുമോക്ക് എന്തിനായി നക്കാപ്പിച്ച ശമ്പളം? കല്യാണം കഴിയട്ടെ, നമുക്ക് ഈ ജോലി തന്നെ വേണ്ടെന്ന് വെക്കാം. അല്ലെങ്കിൽ സ്വർണ്ണമ്മയുടെ മരുമോക്ക് ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. ഹലോ മിസ്റ്റർ ഭദ്രൻ, ദേവിക ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? ഈ സ്കൂളിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. അത് കൊള്ളാം. വഴിയെ പോകുന്നവർക്ക് കയറി വന്ന് എന്തും വിളിച്ചു പറയാവുന്ന സ്ഥലമല്ലേ ഇത്. ഓ, ദേവി അത് പുറത്തു പോണം, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. പോലീസാ? അതെ, സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ ശമ്പളം മേഘമലയിലെ പോലീസിന് എന്റെ അമ്മ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ചോട്ട് ഒരു കാര്യമില്ല, മനസ്സിലായ? പിന്നെ ഇവിടെയുള്ളവരെല്ലാം ഒന്ന് വന്ന് കാണണം, ഭദ്രേട്ടനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തണമെന്നൊക്കെ എന്നോട് പറഞ്ഞതേ ദേ ഇവള് തന്നെയാ. എന്താ ദേവികെ, എല്ലാരും കൂടെ കണ്ടപ്പോ നിനക്ക് നാണം വന്നോ? അതോ ചമ്മലോ? അതെ, എല്ലാരും കേട്ടല്ലോ, ഇവള് ഭദ്രന്റെ പെണ്ണ. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളെല്ലാരും ഭദ്രന് വേണ്ടപ്പെട്ട ആൾക്കാരാ. ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഏത് സമയത്തും എന്നെ വിളിക്കാം. താൻ വിളിക്കണ്ട. ഭദ്രേട്ടൻ തൽക്കാലം പോവതേ കുട്ടി. പിന്നെ നീ പറഞ്ഞ കാര്യം ഞാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അതുകൂടി പറയാൻ വേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. പോട്ടെ മോളെ. അതെ, ഞാൻ പോവാണേ. ഇവനെ കാണുമ്പോ എനിക്ക് തല്ലാൻ തോന്നുവാ. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. ശരി. ഭദ്രമുതലാളി, ദയവ് ഇതിങ്ങനെ സ്കൂളിൽ വന്ന് എന്റെ ഉള്ള ജോലി കളയിപ്പിക്കരുത് പ്ലീസ്. നീ എന്നെ അപമാനിച്ചു, ഞാനതങ്ങ് സഹിച്ചു. പക്ഷേ ഇത് വെച്ച് എന്നെ ഒഴിവാക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ദേ ഈ ജന്മം മുഴുവൻ ഇതുപോലെ നീ നാണം കെട്ട് ജീവിക്കേണ്ടി വരും. ഭദ്രന്റെ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, കേട്ടല്ലോ? അതോർത്ത് പെരുമാറിയാ നിനക്ക് നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.